നമസ്കാരം. ഈ ദിനത്തിലെ സമഗ്ര വാർത്തകൾ വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ അസ്ദ സഹീർ. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ തടയാൻ ഹൈപ്പവർ കമ്മിറ്റിയുമായി സംസ്ഥാന സർക്കാർ. ജില്ലാ തലങ്ങളിലും ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. അതേസമയം കോഴിക്കോടും കൊല്ലത്തും വയനാട്ടിലും ഇന്നും ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് നിപ വൈറസിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടത് പകർച്ചവ്യാധികൾ വർദ്ധിക്കാൻ കാരണമായെന്നാണ് സർക്കാർ വിലയിരുത്തൽ. ജാഗ്രതാ സംവിധാനം ശക്തിപ്പെടുത്താനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. പകർച്ചവ്യാധികൾ മുൻകൂട്ടി കണ്ട് നിയന്ത്രിക്കാനുള്ള നടപടികൾക്ക് രൂപം നൽകും. ഇതിനായി ഡോക്ടർ എസ് ലാൽ അധ്യക്ഷനായ സംസ്ഥാനതല ആക്ഷൻ കമ്മിറ്റിയെ നിയോഗിച്ചു. ഈ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാൻ ഒരു ഹൈ പവർ കമ്മിറ്റി വേണം എന്നുള്ളൊരു ധാരണ മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ഇതിനുവേണ്ടി ഒരു ഹൈപ്പവർ കമ്മിറ്റി ഒരു കലണ്ടർ തയ്യാറാക്കുക, ഈ പകർച്ചപ്പനികൾ നിയന്ത്രിക്കാനുള്ള. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നയാളുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഉറവിടം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞില്ലെന്ന് കോഴിക്കോട് കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. കൃത്യമായിട്ട് ഹോസ്റ്റ് ചെയ്താണെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നമുക്ക് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഗോഡൌണിൽ ആവാം എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഗോഡൌണിൽ പരിശോധിച്ചിരുന്നു. ഗോഡൌണിൽ പക്ഷേ ബാഡ് ഡ്രോപ്പിംഗ്സ് ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേസമയം കോഴിക്കോട്, വയനാട്, കൊല്ലം ജില്ലകളിൽ ഇന്ന് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. വയനാട് കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് രോഗം. ഇതോടെ വയനാട്ടിൽ രോഗം ബാധിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 17ആയി. കൊല്ലത്ത് പോരുവഴി സ്വദേശിയായ 2ാം ക്ലാസ്സുകാരനാണ് ഷിഗല്ല ബാധ. കോഴിക്കോട് തൂണേരിയിൽ 9 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിനിടെ ഇന്നലെ തൃശൂരിൽ ഷിഗല്ല ബാധിച്ചു മരിച്ച 43കാരന്റെ മരണത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ കുടുംബം രംഗത്തുവന്നു. ഷിഗല്ലയാണെന്ന് സ്ഥിരീകരിച്ചിട്ടും ബന്ധുക്കളെ വിവരമറിയിക്കാൻ വൈകിയെന്നാണ് പരാതി. ഞങ്ങളെ ആരും അറിയിച്ചിട്ടില്ല. ഇപ്പൊ അനിയനായാലും ഞങ്ങളായാലും ആരും വിളിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ന്യൂസ് കേട്ടപ്പോ രാത്രിയിലാണ് ഞങ്ങൾ ഈ സംഭവം അറിയുന്നത്. ഇവിടെ മാപ്രാണത്തുള്ളവർ അറിയുന്നത്. കോഴിക്കോട് ഒളവണ്ണ പഞ്ചായത്തിൽ ഒരാൾക്ക് മലേറിയ സ്ഥിരീകരിച്ചു. രോഗബാധിതനായ 63കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കോഴിക്കോട് നിപ സ്ഥിരീകരിച്ചത് അറിയിച്ചില്ലെന്ന ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ ആരോപണത്തിൽ പ്രതികരിക്കാനില്ലെന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. ആരോഗ്യമന്ത്രി പറഞ്ഞതിൽ കമന്റ് ചെയ്യുന്നില്ല. തന്റെ ജോലി ജില്ലയിലെ വിവിധ വകുപ്പുകളുടെ ഏകോപനമാണ്. അത് ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിക്കുന്നെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഇല്ല, അതിനെനിക്ക് കമന്റ്സ് ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർ എന്നുള്ള രീതിയിൽ ജില്ലയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമയും. അത് മര്യാദയ്ക്ക് നിർവഹിക്കാൻ ഞാൻ നോക്കുന്നു. അത്രയേ ഉള്ളൂ. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ്. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് അംഗം ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്ത SIT ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു അറസ്റ്റ്. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചുവരുത്തിയതിനു ശേഷമാണ് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കറിനെ SIT അറസ്റ്റ് ചെയ്തത്. ഇതോടെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ ആദ്യ അറസ്റ്റ്. ജിതിൻ ഭാസ്കർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തതിലൂടെ വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് വടകര സ്ക്വാഡ്, കടത്തനാട് സഖാക്കൾ, ബാവുപ്പാറ സഖാക്കൾ തുടങ്ങിയ വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ നിന്നാണ് പ്രചരിച്ചതെന്ന് കണ്ടെത്തി. ജിതിൻ ഭാസ്കറാണ് വടകര സ്ക്വാഡ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ആദ്യമിട്ടത് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. നീതി പുലരുന്നെന്ന് പാറയ്ക്കൽ അബ്ദുള്ള MLA 24നോട് പറഞ്ഞു. നീതി പുലരുന്നു. വലിയ സന്തോഷത്തിലാണല്ലോ. 2.5 വർഷക്കാലത്തെ ഞങ്ങളുടെ കഠിന പ്രയത്നം നീതിക്ക് വേണ്ടിയുള്ള നെട്ടോട്ടായിരുന്നു. കാരണം ഒരു നാട്ടില് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഒരു ധ്രുവീകരണം ഉണ്ടാക്കി വർഗീയമായ ചെയ്തിട്ടുണ്ടാക്കി ആദ്യത്തെ തിരിച്ചടി. എത്ര കാലമായി ജനങ്ങളെ ഇങ്ങനെ തമ്മിലടിപ്പിക്കാൻ. ഇപ്പോൾ പിടിയിലായത് ചെറിയ പരൽ മീനെന്നും കൂടുതൽ ഉന്നതർ വലയിലാകുമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. CPMലെ ഉന്നത നേതാക്കളുടെ അറിവോടെ നടന്ന ഗൂഢാലോചനയുടെ ബൈ പ്രൊഡക്റ്റാണ് ഈ കാഫി സ്ക്രീൻഷോട്ട് കാരണം. ഏതായാലും വമ്പൻ സ്രാവുകളുണ്ട്. അവരിലേക്കും അന്വേഷണം എത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഉറവിടം കണ്ടെത്താൻ ശ്രമം തുടരുന്നെന്ന് SIT മേധാവി റൂറൽ SP T ഫറാഷ്. ആര് നിർമ്മിച്ചു എന്നതിലേക്കല്ല നിലവിലെത്തിയിട്ടുള്ളത്. നമ്മൾ പ്രചരണത്തിലാണ്. പ്രചരണത്തിലും അതുപോലെ അതിന്റെ മറ്റു കാര്യങ്ങളിലൊക്കെ പങ്കുവഹിച്ച ആളെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിർമ്മിച്ച ആളിലേക്ക് എത്താനുള്ള ഭാഗമായിട്ടാണ് നമ്മൾ അറസ്റ്റ് ചെയ്തത്. കേസിൽ 9 പേരുടെ മൊഴി SIT രേഖപ്പെടുത്തി. ഇതിൽ ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഋബേഷ് രാമകൃഷ്ണൻ അടക്കം 3 പേർ മുൻപും ചോദ്യം ചെയ്യലിന് വിധേയരായവരാണ്. 24 കോഴിക്കോട്.
ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ദേവസ്വം ബോർഡിലെ AO നിയമന വിവാദത്തിൽ ആരോപണ വിധേയർക്ക് സ്ഥാനമാറ്റം വന്നിരിക്കുന്നു. പുനഃപരിശോധിച്ച പുതിയ ഉത്തരവിലാണ് ഇവരെ മാറ്റിക്കൊണ്ടുള്ള പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. എസ് വിനേഷ് കുമാർ ചേരുകയാണ്. വിനേഷ്, വലിയ വിവാദമായ വിഷയമാണ്. മന്ത്രിയും ദേവസ്വം വകുപ്പും രണ്ട് തട്ടിൽ നിലപാടുകളെടുത്ത വിഷയമാണ്. ഇപ്പോൾ ആ സ്ഥാനമാറ്റം വന്നിരിക്കുന്നു ആരോപണ വിധേയർക്കല്ലേ? തീർച്ചയായും പുനഃപരിശോധിച്ച പുതിയ ഉത്തരവാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് പുറത്തിറങ്ങിയത്. ശ്യാം പ്രകാശിനെ കൊട്ടാരക്കര അസിസ്റ്റന്റ് ഓഡിറ്ററായി നിയമിച്ചു. ശ്യാം പ്രകാശിന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിലായിരുന്നു നേരത്തെ നിയമനം. ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും രണ്ട് തട്ടിലായിരുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ഇതിൽ ദേവസ്വം മന്ത്രിയുടെ ഒരു നിലപാട്, ശക്തമായ നിലപാടിനെ തുടർന്നാണ് ഈ മാറ്റം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിജിലൻസ് ഓഫീസറായി നിയമിച്ച വിഷ്ണു ജയസിനെ മുണ്ടക്കയം അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറായാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിലുള്ള ഉത്തരവിൽ അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഷീബ TS അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തിരുവല്ലം ദേവസ്വം തിരുവനന്തപുരം ഗ്രൂപ്പ്, ഇവരെ തസ്തിക ഓഫീസ് എല്ലാം തന്നെ ഇവരത് സ്ഥലം മാറ്റി നിയോഗിച്ചിട്ടുണ്ട്. ഇവരെ കൊല്ലത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്, തിരുമുല്ലവാരം ദേവസ്വത്തിലേക്കാണ്. ഇങ്ങനെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഏകദേശം 26ഓളം ആളുകളുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ മാറ്റം വന്നിട്ടുള്ളത്, മാറ്റി നിയമിച്ചിരിക്കുന്നത്. ഈ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ വിവാദങ്ങൾ നടന്നിരുന്നു. ഇതിൽ ദേവസ്വം ബോർഡ് ഒരു പക്ഷത്ത് നിന്ന് പറയുന്നു, എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ദേവസ്വം മന്ത്രിയും പറഞ്ഞിരുന്നത്. എന്തായാലും വൈകിയാണെങ്കിലും മന്ത്രി ശക്തമായ നിലപാട് സ്വീകരിച്ചു. ദേവസ്വം മന്ത്രി അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ശരി, എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇതിൽ നിയമനത്തിൽ പ്രശ്നമൊന്നുമില്ല, ചോദ്യം ചെയ്തു എന്നതുകൊണ്ട് അവരെ പരിഗണിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതൊക്കെയായിരുന്നു ദേവസ്വം പ്രസിഡന്റിന്റെ ഒക്കെ പ്രതികരണം വന്നത്. എന്തായാലും ഇപ്പോൾ ഇതാ ആ നിയമനം അത് മാറ്റിയിരിക്കുന്നു. അവരെ മാറ്റി നിയമിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവാണ് വന്നിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ SIT അപ്പീൽ നൽകിയിരിക്കുകയാണ്. വിഷ്ണു സുരേഷ് ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. വിഷ്ണു, എന്തൊക്കെയാണ് ഈ അപ്പീലിൽ പറയുന്നത്? അസിത, ഇന്ന് ആഭ്യന്തരമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയത്. അപ്പീൽ പോകുമോ എന്ന ചോദ്യത്തിൽ അതിൽ SIT തീരുമാനമെടുക്കട്ടെ എന്നാണ് അദ്ദേഹം പ്രതികരണം നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ SIT ഹൈക്കോടതിയിലേക്ക് എത്തിയത്. സെഷൻസ് കോടതിയിൽ കനത്ത തിരിച്ചടിയാണ് SITക്ക് നേരിട്ടത്. ജാമ്യം നൽകരുത് എന്ന് പലതവണ SIT വാദിച്ചെങ്കിലും വസ്തുതകളൊക്കെ നിരത്തിയെങ്കിലും പക്ഷേ അതൊന്നും സെഷൻസ് കോടതി പരിഗണിച്ചില്ല. ഗുരുതരമായ വീഴ്ചകൾ SITക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ 5 പേർക്കും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. എന്നാൽ നിലവിൽ SIT നൽകിയിട്ടുള്ള അപ്പീലിൽ പറയുന്നത് വസ്തുതകൾ സെഷൻസ് കോടതി കൃത്യമായി പരിഗണിച്ചിട്ടില്ല. ഒപ്പം തന്നെ ചില തെളിവുകൾ ഹാജരാക്കുന്നതിൽ ഈ ഗൺമാന്മാർ പരാജയപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അടിക്കാൻ ഉപയോഗിച്ച ലാത്തി അടക്കം ഗൺമാന്മാർ ഹാജരാക്കിയിട്ടില്ല. അങ്ങനെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ ഹാജരാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ജാമ്യമില്ലാ വകുപ്പ് അടക്കമാണ് ചുമത്തുകയും ചെയ്തത്. ആ ഒരു പശ്ചാത്തലത്തിൽ സെഷൻസ് കോടതി പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അപേക്ഷിച്ചത് അനുവദിച്ചത് അത് കേസിന്റെ മുന്നോട്ട് പോക്കിനെ ബാധിക്കും. അതുകൊണ്ട് ഇവരുടെ ജാമ്യം റദ്ദു ചെയ്യണം എന്നുള്ളതാണ് SIT നൽകിയിട്ടുള്ള ഹർജിയിൽ വ്യക്തമാക്കുന്നത്. SIT ഹർജി നൽകിയ കാര്യം DGP അസഫ് അലി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇനിയിപ്പോ അടുത്ത ദിവസം തന്നെ ആ കേസ് ഹൈക്കോടതിക്ക് മുമ്പാകെ വരികയും ചെയ്യും. കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് സെഷൻസ് കോടതിയിൽ നേരിട്ട കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് ഇപ്പോൾ SIT ഹൈക്കോടതിയിൽ പ്രതീക്ഷ അർപ്പിച്ച് എത്തിയിട്ടുള്ളത്. ജാമ്യം ലഭിക്കരുത് അല്ലെങ്കിൽ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 308 വകുപ്പ് ഏറ്റവും അവസാനം ആഡ് ചെയ്തത്. പക്ഷേ ആ 308 വകുപ്പ് ചേർത്തതിൽ ചില സാങ്കേതിക പിഴവുകളാണ് നേരത്തെ സെഷൻസ് കോടതി ചൂണ്ടിക്കാണിച്ചത്. പ്രത്യേകിച്ച് മെഡിക്കൽ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു വകുപ്പ് ആഡ് ചെയ്തത് അത് ചില ഉദ്ദേശങ്ങളോട് കൂടിയാണ്. അതോടൊപ്പം തന്നെ തലക്കടിക്കാനുള്ള ശ്രമമല്ല ഉണ്ടായിരുന്നത്. വ്യക്തിവൈരാഗ്യം ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ SITക്ക് സാധിക്കും. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ സെഷൻസ് കോടതി മുന്നോട്ട് വെച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി നൽകാൻ SITക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ സാധിച്ചില്ലായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ജാമ്യം ലഭിച്ചത്. എന്നാൽ ജാമ്യം ശരി വിഷ്ണു, എന്തായാലും ദിവസങ്ങൾ നീണ്ട വാദപ്രതിവാദത്തിനൊടുവിലായിരുന്നു സെഷൻസ് കോടതി ഗൺമാന്മാർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ SIT ഹൈക്കോടതിയെ സമീപിക്കാനായി ഒരുങ്ങുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ ചിത്രം വെച്ചുള്ള ബോർഡുകൾ തിരിച്ചടിച്ചെന്ന് CPI UDF അനുകൂല തരംഗം തിരിച്ചറിയാനായില്ല എന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അവതരിപ്പിച്ച റിവ്യൂ റിപ്പോർട്ടിൽ പറയുന്നു. ആശാസമരത്തോടുള്ള സമീപനമടക്കം ജനങ്ങളെ എതിരാക്കിയെന്നും വിലയിരുത്തൽ. അതേസമയം പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി CPIയിൽ ഭിന്നസ്വരമുയർന്നു. ജനങ്ങളെ ബാധിക്കാത്ത വിഷയത്തിൽ വാശി പിടിക്കരുതെന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടി. നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച മുതിർന്ന നേതാവ് KR ചന്ദ്രമോഹനെ താക്കീത് ചെയ്യാൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അനുമതി നൽകി.
ഇൻഡിഗോ വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന കേസിൽ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജന് തിരിച്ചടി. കേസ് അവസാനിപ്പിച്ച പോലീസ് റിപ്പോർട്ട് കോടതി തള്ളി. തുടരന്വേഷണത്തിന് ഉത്തരവിട്ട തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നീതി ലഭിച്ചെന്നും കോടതി ഉത്തരവ് സ്വാഗതാർഹമെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദ് പ്രതികരിച്ചു. മുൻ മുഖ്യമന്ത്രിയെ ആക്രമിച്ചവരെ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തതെന്നും കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. 2022 ജൂൺ 13 കേസിന് ആസ്പദമായ സംഭവം. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തിറങ്ങിയ ഇൻഡിഗോ വിമാനത്തിനുള്ളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഫർസീൻ മജീദ്, R.K. നവീൻകുമാർ എന്നിവർ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ചു. പിണറായി വിജയനൊപ്പം വിമാനത്തിലുണ്ടായിരുന്ന ഇ.പി. ജയരാജൻ തങ്ങളെ ആക്രമിച്ചെന്ന ഫർസീൻ മജീദിന്റെ പരാതിയിൽ വലിയതുറ പോലീസ് കേസെടുത്തിരുന്നു. അന്വേഷണം നടത്തിയ പോലീസ് മതിയായ തെളിവില്ലെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇതിനെതിരെ ഫർസീൻ മജീദ് കോടതിയെ സമീപിച്ചിരുന്നു. പിന്നാലെയാണ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് വിശദമായ തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. കോടതിക്ക് സത്യം ബോധ്യപ്പെട്ടെന്ന് ഫർസീൻ മജീദ്. ഞങ്ങൾ അക്രമത്തിനിരയായി ഞങ്ങളെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുത്തില്ല എന്ന് പറഞ്ഞതും ഞങ്ങൾ പറഞ്ഞതാണ് സത്യസന്ധമെന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിങ്ങനെ വളരെ പ്രസക്തമായ ഒരു വിധി വന്നിരിക്കുന്നത്. നീതിന്യായ വ്യവസ്ഥയുടെ ഈ ഒരു വിധിയെ വളരെ ബഹുമാനത്തോടു കൂടി സ്വീകരിക്കുകയാണ്. പിണറായി വിജയനെ ആക്രമിക്കാൻ ഭീകരന്മാരുടെ രൂപത്തിലെത്തിയപ്പോൾ തടയുക മാത്രമാണ് ചെയ്തതെന്ന് ഇ.പി. ജയരാജൻ. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ഭീകരന്മാരുടെ രൂപത്തിൽ വിമാനത്തിൽ കയറി വിമാനത്തിനകത്ത് ആക്രമണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ സ്വാഭാവികമായും ആ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ചുമതലയുണ്ട്. കോടതി ഇപ്പോഴെന്താണ് പറഞ്ഞത് എന്നുള്ളത് അതിന്റെ വിശദാംശം നോക്കിയാൽ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനായിരുന്ന അനിൽകുമാറും കേസിൽ പ്രതിയാണ്. അതേസമയം മുൻ മുഖ്യമന്ത്രി വിമാനത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ കേസിൽ വ്യോമയാന വകുപ്പ് ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 24 തിരുവനന്തപുരം. വിമർശനങ്ങൾ ഉയർന്നിട്ടും തളിപ്പറമ്പിൽ പി.കെ. ശ്യാമളയെ തന്നെ മത്സരിപ്പിച്ചതിൽ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെ പരോക്ഷമായി വിമർശിച്ച സിപിഐഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി. നേതാവുമായി ബന്ധപ്പെട്ടയാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് പാർട്ടിയെ കടന്നാക്രമിക്കാൻ അവസരം നൽകുമെന്ന് തോന്നിയാൽ അത് ഒഴിവാക്കാനുള്ള ഔചിത്യം ബന്ധപ്പെട്ട നേതാവ് തന്നെ കാണിക്കണമായിരുന്നുവെന്നാണ് എം.എ. ബേബിയുടെ പ്രതികരണം. ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ ഉണ്ടായ ഒരു സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ശ്രദ്ധ ഉണ്ടായില്ല എന്നുള്ള സ്വയംവിമർശനം കണ്ണൂർ ജില്ലാ കമ്മിറ്റി പാർട്ടിയിൽ നടത്തിയിട്ടുണ്ട്. അത് സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം പാളിയെന്ന് തുറന്നു പറഞ്ഞ് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളിലും ശബരിമല സ്വർണ്ണക്കൊള്ളയിലും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും പി രാജീവ് പരസ്യമായി സമ്മതിച്ചു. പാർട്ടിക്കകത്ത് ഭയരഹിതമായി ചോദ്യങ്ങൾ ചോദിക്കാൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇടത് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട്? ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ഞങ്ങൾ ഒരു ആളുകൾക്കിടയിൽ മറ്റൊരു ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ റിവ്യൂയിലും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. ശബരിമലയുടെ പ്രശ്നം അതിൽ നമ്മൾ നടപടിയെടുക്കും, അതിൽ ആ സന്ദർഭത്തിൽ തന്നെ നടപടിയെടുക്കേണ്ടതായിരുന്നു. പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങളെല്ലാം നോക്കേണ്ടിയിരുന്നതെന്നും ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മറുവശം ഇപ്പൊ കണ്ടോളണം, ഒരു സ്വർണം പോലും നഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ ആളെയാണ് ഔട്ട് ഓഫ് അതിന്റെ മന്ത്രിസഭയിൽ തന്നെ കൊണ്ടുവന്നിപ്പോ ഗവൺമെന്റിന് വേണ്ടി വാദിക്കാൻ വച്ചിട്ടുള്ളത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുത്ത ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയിൽ ഗുണ്ടാ നേതാവ് തൃശൂർ ഒല്ലൂർ സ്വദേശി ജിത്തുമോനാണ് കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തത്. പോലീസുകാർക്കും നേതാക്കൾക്കും ഒപ്പമുള്ള ജിത്തുമോന്റെ റീൽ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ആ ദൃശ്യങ്ങളിലേക്ക് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീജിത്ത്, ലഹരിക്കെതിരെ, ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ വലിയ പോരാട്ടത്തിലാണ് സർക്കാർ. പക്ഷെ ആദ്യം ഈ വീട്ടിൽ നിന്നും ലഹരി പിടികൂടിയ ഒരാളെ അദ്ദേഹത്തിന്റെ സ്റ്റാഫിലേക്ക് നിയമിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണല്ലേ ഗുണ്ടാ നേതാവ് ആഭ്യന്തരമന്ത്രിയുടെ പരിപാടിയിൽ ഇങ്ങനെ സജീവമായി പങ്കെടുക്കുന്നത്? ഒന്നും അറിഞ്ഞില്ല എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ജിത്തുമോൻ കാപ്പ കേസിലെ പ്രതിയായിരുന്നു. നിരവധി കേസുകൾ, ഗുണ്ടാ കേസുകൾ ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. ഏറ്റവും 2024-ലും 2025-ലും ഇയാൾക്കെതിരെ കേസുകൾ ഉണ്ടായിരുന്നു എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് നമുക്ക് നൽകുന്ന വിവരം. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുടെ ഒപ്പമാണ് ഇയാളും ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത്. അത് രമേശ് ചെന്നിത്തല ഈ ജിത്തുമോനെ അറിയും എന്നൊന്നും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം.
വ്യാഖ്യാനിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പോലീസിന്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെയും ഒരു നിസ്സംഗത ഈ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഇന്ന് ഈ റീൽസ് വിവാദമായതോടുകൂടി ഏറ്റവും ഒടുവിൽ പോലീസ് ഈ ഒല്ലൂരിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ജിത്തുമോനെ വിളിച്ചു വരുത്തി കുറെ നേരം ഇരുത്തിയിട്ടുണ്ട്. അയാൾ പറഞ്ഞത് താനല്ല ഈ റീൽസ് ചിത്രീകരിച്ചത് എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നാളെയും ജിത്തുമോനോട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഓപ്പറേഷൻ തൂഫാൻ. ആ പരിപാടിയിലേക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗുണ്ടാ നേതാവ് എത്തുന്നത് എന്ന ചോദ്യത്തിന് തീർച്ചയായും ശ്രീജിത്ത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആഭ്യന്തരമന്ത്രിയുടെ ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയിലാണ് ഗുണ്ടാ നേതാവ് എത്തി റീൽസ് ചിത്രീകരിക്കുന്നത് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേളയിലേക്ക് കൂടി. ലിസി ഭവനിലെ അന്തേവാസികൾക്കൊപ്പം ജന്മദിനം ആഘോഷിച്ച് ബോബി ചെമ്മണ്ണൂർ. വിമാനയാത്രയാണ് ബോബി ചെമ്മണ്ണൂർ അന്തേവാസികൾക്ക് സമ്മാനമായി നൽകിയത്. എല്ലാവരുടെയും ജന്മദിനാഘോഷങ്ങൾ മറ്റുള്ളവരുടെ കൂടി സന്തോഷത്തിന് വേണ്ടിയാകണമെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. അമ്പത്തിയേഴാം പിറന്നാൾ ആഘോഷമാണ് പാറപ്പുറം കാഞ്ഞൂരിലുള്ള ലിസി ഭവനിലെ അന്തേവാസികൾക്കൊപ്പം ബോബി ചെമ്മണ്ണൂർ ആഘോഷിച്ചത്. തലസ്ഥാനത്തെത്തിയ ഇവർക്കൊപ്പം നിയമസഭയും വേളി ബീച്ചും സന്ദർശിച്ച ബോബി ചെമ്മണ്ണൂർ തന്റെ പിറന്നാൾ സമ്മാനമായി അന്തേവാസികൾക്ക് ആദ്യ വിമാനയാത്രയും സമ്മാനിച്ചു. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ബോബി ചെമ്മണ്ണൂരിനൊപ്പം വിമാനയാത്ര ചെയ്തത് 36 അന്തേവാസികളാണ്. ഇതുപോലൊരു സ്വപ്നം കാണാൻ ഒക്കൂലായിരുന്നു. യഥാർത്ഥത്തിൽ സ്വപ്നം സാക്ഷാത്കരിച്ചു. അതിന് നന്ദിയുണ്ട്, വളരെ വളരെ നന്ദി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ബോബി ചെമ്മണ്ണൂർ. തുടർന്ന് ഹയാത്ത് റീജൻസിയിലെത്തി അന്തേവാസികൾക്കൊപ്പം പിറന്നാൾ സദ്യ കഴിച്ച ബോബി ചെമ്മണ്ണൂർ എല്ലാവരുടെയും ജന്മദിനാഘോഷങ്ങൾ മറ്റുള്ളവരുടെ കൂടി സന്തോഷത്തിന് വേണ്ടിയാകണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ്. ബാക്കിയൊക്കെ എല്ലാ ദിവസമുള്ള കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് പുതുമകളില്ല. ഇതിൽ കൂടുതൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സന്തോഷം ഇവരുടെ മുഖത്ത് കാണുമ്പോൾ, സന്തോഷം കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന ആ സന്തോഷം, അതിൽ കൂടുതൽ ഒരു സന്തോഷം ഇനി കിട്ടാനില്ല എന്നതാണ്. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നാലെ ഉച്ചയോടെ ബോബി ചെമ്മണ്ണൂരിനൊപ്പം നിയമസഭയിലെത്തിയ ഇവർ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബസ് മാർഗം എറണാകുളത്തേക്ക് തിരിച്ചു. 24 തിരുവനന്തപുരം. ധനകാര്യ സ്ഥാപനമായ ഇന്റൽ മണി കണ്ണൂർ സിറ്റിയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും റെയിൻകോട്ടുകളും കുടകളും നൽകി. കണ്ണൂർ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പിക്ക് ഇന്റൽ അധികൃതർ കിറ്റ് കൈമാറി. ഇന്റൽ മണി സീനിയർ വൈസ് പ്രസിഡന്റ് പ്രസാദ് ഹരിഹരൻ, റീജിയണൽ ഹെഡ് വിനോജ് കുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ ജോൺ, നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷ്, അഡീഷണൽ SP ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്താമഴ ഇതോടെ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.